എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു അടിപൊളി ചിക്കൻ ബർഗറിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു അടിപൊളി ചിക്കൻ വെച്ചിട്ടുള്ള ഒരു ബർഗറാണ്. ബർഗർ പാറ്റി വെച്ചിട്ടല്ല നമ്മളിത് ചെയ്യുന്നത്. നമ്മൾ ചിക്കൻ്റെ പീസ് വെച്ചിട്ടാണ് ഈ ഒരു ബർഗർ ചെയ്തെടുക്കുന്നത്. കടകളിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടിലും അടിപൊളി ടേസ്റ്റിൽ നമുക്കിത് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ബിൻസീസ് കിച്ചൺ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇഷ്ടമായാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു ബർഗർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചിക്കൻ വേണം. ചിക്കൻ ബ്രസ്റ്റാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ഒരു കട്ടിംഗ് പ്ലേറ്റിന് മുകളിലായിട്ട് ഇതുപോലൊരു പ്ലാസ്റ്റിക് റാപ്പ് രണ്ടായിട്ട് മടക്കിയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക. ഇതിന് മുകളിൽ വെച്ചിട്ടാണ് നമ്മളിതിന് ചിക്കൻ കട്ട് ചെയ്തിട്ട് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളൊരു ചിക്കൻ ബ്രസ്റ്റ് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം അതിലെ എക്സസ് ആയിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒപ്പിയെടുക്കണം. വെള്ളം ഒട്ടും തന്നെ പാടില്ല. ഇനി നമുക്കിത് രണ്ടായിട്ടൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ഒരേപോലെ രണ്ടായിട്ടൊന്ന് ഇത് സ്ലൈസ് ചെയ്തെടുക്കുക. അപ്പോൾ 4 ചിക്കൻ ബർഗറാണ് തയ്യാറാക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ചിക്കൻ ബ്രസ്റ്റ് മതിയാകും. നിങ്ങൾക്ക് 2 എണ്ണം വേണമെങ്കിലും എടുക്കാവുന്നതാണ്, കൂടുതൽ വലുതായിട്ടുള്ള കഷ്ണങ്ങളാണെങ്കിൽ. അപ്പോൾ ഇത് രണ്ടായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ആ ഒരു പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്തതിന് ശേഷം നമുക്കിനി ഇതൊന്ന് ഇടിച്ചെടുക്കണം. അപ്പോൾ ഇടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു കല്ല് വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ചപ്പാത്തി പലക വെച്ചിട്ടോ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇടിച്ചെടുക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ ഒരു ചിക്കൻ ബ്രസ്റ്റ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് നല്ല മയത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ ബ്രസ്റ്റ് നമുക്കറിയാം കറികളിലൊക്കെ ഇടുമ്പോൾ അത് കുറച്ച് ഹാർഡായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ നമ്മളിതുപോലെ ഒന്ന് അടിച്ച് പരത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പ്ലാസ്റ്റിക് റാപ്പ് ഒന്ന് പൊക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇത് 2 ബർഗറിലേക്ക് വെക്കുന്ന പീസുകളാക്കിയും എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് 4ആയിട്ട് കട്ട് ചെയ്തും എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഇത് 4ആയിട്ട് കട്ട് ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ നമ്മളിത് 4ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു മസാല തയ്യാറാക്കിയെടുക്കണം. ഇതൊരു സ്പൈസി ആയിട്ടുള്ളൊരു ചിക്കൻ ബർഗറാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് പാപ്രിക്ക ഇട്ട് കൊടുക്കാം. പാപ്രിക്ക എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇതിനധികം എരിവ് ഉണ്ടാവില്ല, ഒട്ടും തന്നെ എരിവ് കാണില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് പകരം നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടി എടുക്കാവുന്നതാണ്. 2 ടീസ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ എരിവിന് വേണ്ടിയിട്ട് ഞാനിവിടെ വൈറ്റ് പെപ്പർ പൗഡറാണ് എടുക്കുന്നത്. വൈറ്റ് പെപ്പറോ ബ്ലാക്ക് പെപ്പറോ നിങ്ങൾക്ക് എടുക്കാം. പാപ്രിക്കയ്ക്ക് ഒരുപാട് എരിവില്ലാത്തതുകൊണ്ട് ഞാനൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് ഉള്ളിയുടെ പൊടി ഇത് വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇത് ചേർക്കണമെന്നൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളി 3-4 അല്ലി വെളുത്തുള്ളിയും കൂടി നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കിയിട്ടും ഈ ഒരു കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഞാൻ കുറച്ച് വെളുത്തുള്ളിയുടെ പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഇല്ലെങ്കിൽ നിങ്ങൾ ഉള്ളി അരച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്കൊരു പകുതി നാരങ്ങ പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ആ ഒരു ചിക്കന് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടും നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടുമാണ് നാരങ്ങ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കാം. ആദ്യം നിങ്ങൾ നാരങ്ങ നീര് ഒഴിച്ചിട്ട് നോക്കുക. കുറച്ചുകൂടെ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ 1-2 ടീസ്പൂൺ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. നമ്മൾ സാധാരണ മീൻ വറക്കാനും ചിക്കൻ വറക്കാനും ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വീട്ടിൽ തന്നെ പൊടിച്ച് വെച്ചിട്ടുള്ള ഗരം മസാലയാണ്. ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കാം. ഞാൻ ഈ ഒരു ബർഗർ ചെയ്യുന്നത് മാക്സ് ബർഗറിൻ്റെ സ്റ്റൈലിലാണ്. അപ്പോൾ സ്വീഡിഷ് ഹാംബർഗറാണ് മാക്സ് എന്ന് പറയുന്ന കമ്പനി സ്വീഡിഷ് കമ്പനിയാണ്. അപ്പോൾ അവിടുത്തെ ബർഗറാണ് ഇവിടെ സ്വീഡനിലെ ഏറ്റവും അടിപൊളി ബർഗർ. മക്ഡൊണാൾഡ്സിനെക്കാട്ടിലും ഇവിടെ KFC അങ്ങനെ ഇല്ല, 1-2 കണ്ടേ ഉള്ളൂ. പക്ഷേ ഇവിടുത്തെ KFCയുടെ ടേസ്റ്റും അത്ര നല്ലതല്ല. അപ്പോൾ മാക്സ് ബർഗർ അടിപൊളിയാണ്. അപ്പോൾ ആ ഒരു സ്റ്റൈലിലാണ് ഞാൻ ഈ ഒരു ബർഗർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു മസാല ഈ ഒരു ചിക്കനിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊരു അരമണിക്കൂർ മാറ്റി വെക്കുകയാണെങ്കിൽ നല്ലതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ റെഡിയാക്കി എടുക്കാം. ഇനി നമ്മളൊരു പരന്ന പാത്രത്തിലേക്ക് നമ്മൾ കുറച്ച് മൈദയും പൊടികളൊക്കെ ഇട്ട് ഒരു കൂട്ട് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 3/4 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. മൈദയോടൊപ്പം തന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലവർ ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. പൊടികളെന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് അതേ പൊടികളാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് ഉള്ളിപ്പൊടി, അതുപോലെ പാപ്രിക്ക, വെളുത്തുള്ളിപ്പൊടി, അതുപോലെ തന്നെ പെപ്പർ, ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഉള്ളിപ്പൊടി വെളുത്തുള്ളിപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതിൽ മുളക് പൊടി, അതുപോലെ കുരുമുളക് പൊടി, ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം.
അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മളിനി ചിക്കൻ ഈ ഒരു പൊടിയിൽ ഡിപ്പ് ചെയ്തിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു മുട്ട വേണം. ഈ ഒരു മുട്ടയിൽ നമ്മൾ ഇനി ചിക്കൻ്റെ കഷ്ണങ്ങൾ ഡിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ പൊടിയിൽ മുക്കുന്നത്. അപ്പോൾ മുട്ട റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്. അപ്പോൾ ഇതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ക്രിസ്പി ചിക്കൻ എല്ലാവർക്കും തയ്യാറാക്കാൻ അറിയാവുന്നതാണ്. KFC സ്റ്റൈലിലുള്ളൊരു ചിക്കനാണ് ക്രിസ്പി ചിക്കൻ. അപ്പോൾ നമ്മളിതിന് മുൻപ് ക്രിസ്പി ചിക്കൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു നോക്കിയിട്ടില്ലാത്തവർ അതുകൂടി ഒന്ന് കണ്ടു നോക്കണം. ഇപ്പോൾ നമ്മുടെ ചിക്കനും അതുപോലെ തന്നെ പൊടിയും മുട്ടയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കഷ്ണം ആദ്യം നമ്മൾ പൊടിയിലാണ് ഡിപ്പ് ചെയ്യാൻ പോകുന്നത്. പൊടിയിൽ നമ്മൾ ഒരു സ്ഥലത്ത് ഡ്രൈ ആയിട്ടുള്ളത് ഡിപ്പ് ചെയ്യുക, ഒരു സ്ഥലത്ത് വെറ്റായിട്ടുള്ളത് ഡിപ്പ് ചെയ്യുക. അപ്പം ഇത് കുഴഞ്ഞു പോവില്ല ഈ ഒരു പൊടി. അപ്പം നമ്മൾ നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മുട്ടയിലൊന്ന് മുക്കിയെടുക്കാം. ഒരുപാടങ്ങ് മുക്കി അങ്ങ് ഇടണ്ട, ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തെടുത്താൽ മതി. ഇനി ഇത് വീണ്ടും പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് പൊടി ഒന്നുകൂടി ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ചിക്കൻ നല്ല സോഫ്റ്റാണ്, അതുപോലെ നല്ല തിന്നായിട്ടുമാണുള്ളത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളെല്ലാം ഇതുപോലെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ മൊത്തത്തിൽ 2 ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെജിറ്റബിൾ ഓയിലോ ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. എണ്ണ നന്നായിട്ട് ചൂടായി കിടക്കുകയാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മൊത്തത്തിൽ ഒരു 5 മിനിറ്റ് മതിയാകും ഇത് ഫ്രൈ ആയി കിട്ടാനായിട്ട്. 2.5 മിനിറ്റ് ഒരു സൈഡ്, 2.5 മിനിറ്റ് അടുത്ത സൈഡ്. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് ഇതാകുമ്പോഴത്തേക്ക് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അതുപോലെ നിങ്ങൾക്കിത് ഫ്രൈ ചെയ്തെടുക്കണം എന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രൈ പാനിലിട്ട് തിരിച്ചു മറിച്ചു വിട്ട് ചെയ്താലും മതി. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എയർ ഫ്രയർ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഓവനിൽ ബേക്ക് ചെയ്തും എടുക്കാവുന്നതാണ്. അപ്പോൾ അത് പെട്ടെന്ന് റെഡിയാക്കുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് സിമ്പിൾ. അപ്പോൾ നമ്മളിത് 2 സൈഡിൽ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇവിടെ നിങ്ങൾ ആരെങ്കിലും എയർ ഫ്രയർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻസിലൂടെ അറിയിക്കാം. ഞാനൊരു എയർ ഫ്രയർ വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഓവൻ ഉള്ളത് കൊണ്ട് വാങ്ങിക്കണോ വേണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻസിലൂടെ അറിയിച്ചാൽ നമുക്കതുപോലെ ചെയ്യാം. അപ്പോൾ നമ്മളിനി ഈ ഒരു ബർഗർ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് മാക്സ് ബർഗറിൻ്റെ ബർഗർ ബൺസാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ബർഗർ ബൺസ് എന്ന് പറഞ്ഞ് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും, പല ടൈപ്പിലുള്ളത്. അപ്പോൾ ഈ ഒരു ബണ്ണിൻ്റെ പ്രത്യേകത നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റിയാണ്. സാധാരണ ബർഗർ ബണ്ണിനെക്കാട്ടിലും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഓൾറെഡി ഇത് കട്ട് ചെയ്താണ് വെച്ചിട്ടുള്ളത്, പക്ഷേ ചെറിയൊരു ഒട്ടലുണ്ടാവും, അത് മാറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കുക്കുംബർ, അതുപോലെ തന്നെ തക്കാളി, പിന്നെ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട്. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലെറ്റസ് എടുക്കാവുന്നതാണ്. ലെറ്റസ് എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് എടുക്കാത്തത്. അതുപോലെ തന്നെ ഈ ഒരു ചിക്കൻ നല്ല ചൂടോട് കൂടിയിട്ടാണ് ഉള്ളത്. അപ്പോൾ തന്നെ നമുക്കിത് സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ഒരു ബർഗർ ബൺ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു പാൻ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ബട്ടർ ഒന്നിട്ടിട്ട് നമുക്കതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഒരുപാടങ്ങ് ടോസ്റ്റ് ചെയ്തത്, ജസ്റ്റ് ഒന്ന് അതിൻ്റെ അകം ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു ബർഗറിൻ്റെ ഉൾഭാഗം താഴെ വരുന്ന രീതിയിൽ ഇതുപോലെ പാനിൽ ഒന്നിട്ട് കൊടുക്കുക. കുറഞ്ഞ തീയിലിട്ട് അതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബർഗർ ബൺ നന്നായിട്ട് ടോസ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതെങ്ങനെയാണ് അസംബിൾ ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്ക് മയണൈസ് വേണം. മയണൈസോ അല്ലാന്നുണ്ടെങ്കിൽ ഗാർലിക് സോസോ ടൊമാറ്റോ സോസോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഗാർലിക് സോസാണ് ഈ ഒരു ബർഗറിലേക്ക് എടുക്കുന്നത്. അപ്പോൾ ഇതിനൊപ്പം തന്നെ നിങ്ങൾക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തും എടുക്കാവുന്നതാണ്. ഞാനിവിടെ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. ഈ ഒരു സോസ് എന്ന് പറയുന്നത് ഗാർലിക്കും ഹെർബും കൂടെ ഉള്ളൊരു സോസാണ്. മയണൈസിനെക്കാട്ടിലും നല്ല ടേസ്റ്റിയാണ് ഈ ഒരു സോസ്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ മയണൈസ് തയ്യാറാക്കാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 2 ക്യുക്കുംബറിൻ്റെ സ്ലൈസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉള്ളി നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം വെച്ച് കൊടുക്കുക. ഈ ഒരു ഉള്ളി ഒരുപാട് ക്രാണമില്ലാത്ത ഒരു ഉള്ളിയാണ്. അപ്പോൾ അത് ഞാനൊരു സ്ലൈസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ആ ഒരു ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ഓരോ പീസുകൾ വെച്ച് കൊടുക്കാം. ഈ ചിക്കൻ നല്ല ചൂടായിട്ടാണുള്ളത്. തണുത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ചൂടാക്കിയിട്ട് വെക്കുകയാണെങ്കിൽ നമ്മൾ ഈ ചീസ് വെച്ച് കൊടുക്കുമ്പോൾ ചീസ് ഒന്ന് മെൽറ്റായി കിട്ടും. അതാണ് നമ്മൾ ചൂടോടെ തന്നെ വെക്കണം എന്ന് പറയുന്നത്.
ഞാനിവിടെ മൈക്രോവേവിൽ ഒന്നുകൂടെ നല്ലോട്ട് ചൂടാക്കിയിട്ടാണ് ഈ ചിക്കൻ പീസ് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്. ചീസിന് മുകളിലായിട്ട് ഞാൻ ഒരു തക്കാളിയുടെ പീസ് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഇതുപോലെ ക്ലോസ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഈ ഒരു ചിക്കൻ ബർഗർ ഒന്നുകൂടെ വേണമെങ്കിൽ ചൂടാക്കാം. അപ്പോൾ ഈ ഒരു ചീസ് ഒന്നുകൂടെ ഒന്ന് മെൽറ്റായി കിട്ടും. മൈക്രോവേവിലാണെങ്കിൽ ഒരു 20 സെക്കൻഡ് ഒന്ന് മൈക്രോവേവ് ചെയ്തെടുത്താൽ ഈ ഒരു ചീസ് നന്നായിട്ട് മെൽറ്റായി കിട്ടും. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ചിക്കൻ ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന് മുൻപ് ഒരു ബീഫ് ബർഗർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു നോക്കിയിട്ടില്ലാത്തവർ അതുകൂടി ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്. കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടിലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്